ഹായ് ഫ്രണ്ട്സ്, ജെന്നീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടയുടെ റെസിപ്പിയാണ്. നമ്മൾ ഗോതമ്പടയും അല്ലെങ്കിൽ ഓട്ടടയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ മധുരം വെച്ച് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മധുരമൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ചിക്കൻ വെച്ചാണ് ചെയ്യുന്നത്. ചിക്കൻ ഫില്ലിംഗ് വെച്ച് നമുക്കൊരു അടയുണ്ടാക്കാം. ഞാൻ അരിപ്പൊടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയതായതുകൊണ്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനകത്തിൽ ഒരു തക്കാളി കൂടി ചേർക്കാം. ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് ചിക്കനാണ്. അതൊന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാല ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഈ 240 ml കപ്പിന് 1.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളോട് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അതോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തക്കാളി ചേർക്കുന്നവരാണെങ്കിൽ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടയ്ക്കകത്തിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം. അട തയ്യാറാക്കാനുള്ള പൊടിയൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ കപ്പിൽ ഞാനൊരു 1.25 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.25 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കൈയോടെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. ഞാനിതിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. ഞാൻ വാട്ടിയെടുത്ത പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തടവിയിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. കാരണം നല്ല ചൂടുണ്ട് ഇതിന്.
നമ്മൾ മാവ് നല്ല മയത്തിൽ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മാവ് നമുക്ക് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ചത്. ഇപ്പോൾ ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്, കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്ത് പരത്തി വെക്കാം. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മടക്കാം. അപ്പോൾ അടുത്തത് നമുക്കിതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അടയെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ആവി പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അപ്പച്ചമ്പ് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അട ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതൊരു മൂടി വെച്ചൊരു 15 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിവിടെ അട വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് അട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഓളം ഓപ്ഷനും. ഇപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.